കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത പച്ചൈപ്പുളി രസത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇത്. ഇതിൽ പറയുന്ന പോലെ അതിലും ഈസിയും ടേസ്റ്റിയുമായിട്ടൊരു റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്ത് നോക്കാതിരിക്കാൻ പറ്റുമോ? വാ നമുക്ക് നോക്കാം അതാണോ അതോ ഇതാണോ നല്ലതെന്ന്. ഒരു ബൗളിൽ ചെറിയൊരു ഉരുള പുളി എടുത്ത് പുളി ഒന്ന് മുങ്ങിക്കിടക്കുന്ന അളവിന് വെള്ളം ഒഴിച്ച് കുതിരാനായി അടച്ച് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഒരു ചട്ടിയിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ടതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിരാനായി മാറ്റി വെച്ചിരുന്ന വാളംപുളി നല്ലതുപോലെ ഉടച്ച് പിഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുരു എല്ലാം മാറ്റിയതിന് ശേഷം ആ പുളിവെള്ളവും 1/2 ഗ്ലാസ് സാദാ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് എരിയും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ചെറു തീയിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ പാലക്കാട്ടുകാരുടെ സ്വന്തം പാലക്കാടൻ മുളക് വറുത്ത പുളി റെഡിയായി. ഇതിപ്പോൾ അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ടും ഇഷ്ടമായിട്ടോ. രണ്ടും 2 തരം രുചികളാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.